ദുഃഖം സുഖം നിജകർമ്മവശാഗതം ഒക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നനച്ചതിൽ യദ്യതാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതിസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. ഗുഹസമാഗമനത്തിന് ശേഷം മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന രാമനെയും സീതയെയും നോക്കി ഗുഹൻ സങ്കടപ്പെടുമ്പോൾ ലക്ഷ്മണൻ ഗുഹനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളുടെ തുടർച്ചയാണ് ഈ വരികൾ. ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖവും ദുഃഖവുമെല്ലാം അവരവരുടെ കർമ്മഫലങ്ങളാലാണ്. അത് മനസ്സിലാക്കി മറ്റുള്ളവരെ പഴി പറയാതെ, ദുഃഖമായാലും സുഖമായാലും അതിനെ ഒരേ മനസ്ഥിതിയോടെ സ്വീകരിച്ച് ചഞ്ചലപ്പെടാതെ മുന്നോട്ട് പോവുക എന്നതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് അവയ്ക്ക് പിന്നാലെ പായരുത്. അത് ദുഃഖകാരണമാകും. എന്നാലോ സ്വമേധയാ സ്വാഭാവികമായി വന്നു ചേരുന്ന ഭോഗങ്ങളെ അനുഭവിക്കാതിരിക്കേണ്ട കാര്യവുമില്ല. അത് വിധികൽപ്പിതമാണ്. അവ അനുഭവിക്കുന്നതിൽ തെറ്റില്ല. ഈ തത്വമാണ് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജയ് ശ്രീറാം.